ബഹുമാനപ്പെട്ട കൽപ്പറ്റ MLA ശ്രീ ടി സിദ്ദിഖ് അവർകളെ സാദരം ക്ഷണിക്കുന്നു. ഏറെ ബഹുമാന്യനായ അധ്യക്ഷൻ ശ്രീ രാജൻ മിനിസ്റ്റർ. കൽപ്പറ്റ ടൗൺഷിപ്പ് ഉദ്ഘാടനത്തിന് ക്രെഡിറ്റ് അടിക്കാൻ ചെന്ന ടി സിദ്ദിഖിനെ നാട്ടുകാർ കൂവി പഞ്ഞിക്കിട്ടതിന് ഇപ്പോ കുറ്റം സർക്കാരിന്. VD നുണേശന്റെ ഇന്നത്തെ വിദഗ്ധ ഉപദേശം, അതായത് സർക്കാർ പ്രതിപക്ഷത്തെ അപമാനിച്ചത്രേ. കല്ലിട്ട് പോകുന്ന ടീംസിനെ കുറിച്ച് ജനങ്ങളോട് പറഞ്ഞതിന് മന്ത്രി കെ രാജൻ മാപ്പ് പറയണമത്രേ. നാട് നീളെ മൈക്ക് കെട്ടിവെച്ച് ഇതേ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ട് അഖില ലോക നുണകൾ വിളിച്ചു കൂവിക്കൊണ്ട് നടന്ന, അല്ലെങ്കിൽ സകലമാന അലവലാതിത്തരം പറഞ്ഞുകൊണ്ട് നടന്ന സതീശന്റെ ഈ മോങ്ങൽ കേൾക്കാൻ എത്ര രസകരമാണ്. മുഖ്യമന്ത്രി അത് പറയാൻ മടിയുള്ള ഒരാളല്ല. ഞാനാണെങ്കിൽ പറയും, ഉറപ്പായിട്ട് പറയും. നിങ്ങൾ ശ്രദ്ധിക്കാറുണ്ടല്ലോ, ചില മീറ്റിങ്ങുകളിൽ ആളുകൾ ആ യോഗത്തിന്റെ അന്തസ്സിന് ചെയ്യാത്ത രീതിയിൽ സംസാരിച്ചാൽ നിങ്ങൾ മിണ്ടരുത്, സംസാരിക്കരുതെന്ന് പറയും. ഒരാൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴും നമ്മൾ പറയും, ഇല്ലേ? സതീശനോട് പറയാനുള്ള കാര്യം, മുഖ്യമന്ത്രിക്ക് സൗകര്യമില്ലായിരുന്നു. അതായത് ഇത്രയും കാലം ഇതേ മുഖ്യമന്ത്രിയെ കുറിച്ചാണ് നാട് നീളെ എന്ത് പറഞ്ഞത്, രാഷ്ട്രീയ ആരോപണം എന്ന പേരിൽ നട്ടാൽ കുരുക്കാത്ത നുണ പറഞ്ഞത്. എന്നിട്ട് അതെല്ലാം ജനം മനസ്സിലാക്കി തിരിച്ച് സതീശനെയും സംഘത്തെയും ഒരുമിച്ച് കൂവിയപ്പോൾ പുതുയുഗ യാത്ര നടത്തി മനോരമയിലൂടെ ഒരു സർവേ നടത്തി മുഖ്യമന്ത്രിയായി ഞെളിഞ്ഞു നടക്കുന്ന വ്യക്തിക്ക് നാട്ടുകാർ എന്താണ് കരുതി വച്ചിരിക്കുന്നു എന്നതാണ് കൽപ്പറ്റയിൽ കണ്ടത്. ആ കാഴ്ചയാണ് കേരളത്തിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ നടക്കാൻ പോകുന്നത്. അത് പുറത്തേക്ക് പറയാൻ പാടില്ല അത്രേ. ഞങ്ങൾ കല്ലിടുന്നതോ ആന ഇറങ്ങുന്ന ഇടങ്ങളിൽ പോയി സ്ഥലം വാങ്ങിച്ച കാര്യം, അതിനെക്കുറിച്ച് മിണ്ടരുത്. ഞങ്ങൾ പറയുന്നതിന് എല്ലാത്തിനെയും കയ്യും കെട്ടി മിണ്ടാതെ വായും പൊത്തി ഇരുന്നോളണം. കാര്യം ഞങ്ങൾ ആരാണ്? ഞങ്ങൾ പ്രതിപക്ഷ തറവാട്ടുകാരാണ്. നിങ്ങളോ തൊഴിലാളി പാർട്ടി. അപ്പോൾ ഞങ്ങൾ പറയുന്ന കാര്യത്തിനൊന്നും മറുപടി പറയാൻ നിൽക്കരുത്. അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ നമ്മൾ പറഞ്ഞു കൊടുത്താൽ അതിനോളം വലിയ തെറ്റ് ഈ നാട്ടിലില്ലത്രേ. കൈ വെച്ചാ മതി, അത്രയേ ഉള്ളൂ അതിനുള്ള മറുപടി. സതീശന്റെ ഈ മോങ്ങലിന് ഇനി പലയിടങ്ങളിലും കിട്ടാൻ പോകുന്നത് ഇതാണ്. നാട്ടുകാരെ പ്രലോഭനങ്ങൾ കൊണ്ട് മൂടുകയാണ്, ഒരു ചുക്കും ചെയ്യില്ല. വയനാട് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സ്വന്തം പോക്കറ്റിൽ നിന്നല്ല, നാട്ടുകാരുടെ പണം പിരിച്ച് ഒരു കല്ലിടാൻ പറ്റാത്തവന്മാർ അവരിനി നാടിൽ അധികാരം കിട്ടിയാൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. അന്തസ്സുണ്ടായിരുന്നെങ്കിൽ, ആവർത്തിച്ച് തന്നെ പറയുന്നു, ആ പണം പിരിച്ച് സർക്കാരിന് മുന്നോടിയായി ഒരു വീട് വെച്ചതിന് ശേഷം അതിന്റെ മുന്നിൽ പോയി നിന്ന് അന്തസ്സായിട്ട് ഈ വാചകങ്ങൾ പറഞ്ഞാൽ ഒരക്ഷരം തിരിച്ചു പറയാതെ കേൾക്കാമായിരുന്നു. ഒരു ചുക്കും ചെയ്തില്ല. ആ പാവപ്പെട്ട മനുഷ്യരുടെ പേരിൽ പണം പിരിച്ച് വ്യഭിചാരവും ഗർഭചിത്രവും നടത്തിയതിനു ശേഷം ഏറ്റവും ഒടുവിൽ ജനം കൂവുമ്പോൾ അതിന്റെ ഉത്തരവാദിത്വവും അതിന്റെ കുറ്റവും സർക്കാരിന്റെ തോളിൽ ഇരിക്കട്ടെ എന്ന്. അതുകൊണ്ട് സതീശ ഇമ്മാതിരി മോങ്ങലോ ക്ലാസ് എടുപ്പോ വേണ്ട. ചെയ്ത പ്രവർത്തനങ്ങൾക്ക് ജനം ആദരവ് നൽകുമ്പോൾ അത് അന്തസ്സായിട്ട് അങ്ങ് ഏറ്റുവാങ്ങുക. പറഞ്ഞ വാക്കിനാണ് ഈ നാട്ടിൽ വില. നിങ്ങളൊരു വാക്ക് പറഞ്ഞു, അത് ചെയ്തോ ഇല്ലയോ? ചെയ്യാത്തതിന് ജനം പബ്ലിക്കായിട്ട് ഒരു ആദരം തരുമ്പോൾ അയ്യോ അങ്ങനെ ചെയ്യരുത് എന്ന രീതിയിൽ മന്ത്രിമാർ ഇടപെട്ട് ടി സിദ്ദിഖ് എന്ന ഈ കപടനെ ഈ അടുത്ത ദിവസം പറഞ്ഞതേ ഉള്ളൂ. സർക്കാരിന്റെ ഇലക്ഷൻ പ്രോജക്റ്റാണ് ടൗൺഷിപ്പ് അത്രേ. അതായത് പറഞ്ഞ വാക്കും കൊടുത്ത ഉറപ്പും അത് പാലിക്കുന്നത് ഇലക്ഷന് വേണ്ടി കാണിച്ചതാണ്, വീട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയാണെന്ന് പറഞ്ഞ വ്യക്തിയെ ജനം കൂവില്ലേ? കൂവണമെന്നേ. ഇങ്ങനെയുള്ള തോന്നിവാസം കാണിച്ചതിന് ശേഷം അതിന് ഈ നാട്ടിൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വ്യക്തികളെ ജനങ്ങൾ ആദരിക്കുന്നത് കയ്യിരിപ്പ് കൊണ്ടാണ്. അതിനെ തൽക്കാലം വെള്ളപൂച്ചി എടുക്കാൻ ഭരണപക്ഷത്തുള്ളവർക്ക് ഉത്തരവാദിത്തമില്ല. മന്ത്രി കെ രാജൻ അവിടെ എണ്ണി പറഞ്ഞത് നാട് നീളെ പുത്തൻവേലിക്കരയിൽ സതീശൻ പ്രളയകാലത്ത് പണം പിരിച്ചിട്ട കല്ലാണെങ്കിലും ശരി, ഇപ്പോ വയനാട് ഇട്ടിരിക്കുന്ന കല്ലാണെങ്കിലും ശരി, ആ കല്ലിട്ട് പോകുന്ന ആൾക്കാരല്ല എന്ന് ജനങ്ങളോട് പറയുമ്പോൾ അവർ കൈയടിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കതിന്റെ അനുഭവമുണ്ട്. നിങ്ങൾ ചെയ്ത കാര്യം കണ്ടും അവർക്ക് തിരിച്ചറിയാവുന്നതാണ്. അതുകൊണ്ട് കൂവും, ഇനിയും കൂവിക്കൊണ്ടേയിരിക്കും. അതിനിങ്ങനെ മോങ്ങിയിട്ട് ഒരു കാര്യമില്ല. അത്തരം കാര്യങ്ങൾ ജനങ്ങളുടെ മുന്നിൽ കാട്ടി ഈ പറയുന്ന നട്ടാൽ കുരുക്കാത്ത നുണകളെ ജനങ്ങളെ കൊണ്ട് തന്നെ കൂവിക്കുന്ന കാലമുണ്ടാക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.